ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഒരു 30 സെക്കൻഡ് നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വമ്പൻ സാധനം പരിചയപ്പെടുത്താം. ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായെന്ന് തോന്നുന്നു. അതിൻ്റെ റെസ്പോൺസും കൂടുതലായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അതിൽ തന്നെ ഒരു വെറൈറ്റി കൂടി ചെയ്താലോ എന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ഇതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വുഡൻ ബീഡ്സ് ആണ്. ക്രിസ് ക്രോസ് ആയിട്ടാണ് കോർക്കേണ്ടത്. ഇതിപ്പോൾ പല പാറ്റേണിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബ്ലാക്കും വുഡനും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കോർത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷൻ മോഡിലാണല്ലേ. പല സ്റ്റഡീസും ഇപ്പോൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ ഡിസ്ട്രക്റ്റീവ് മൈൻഡ് കൂടുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത് കുറയ്ക്കാനും അവരിൽ ക്രിയേറ്റീവ് തിങ്കിങ് കൂട്ടാനും ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. കുട്ടികളൊക്കെ നമുക്ക് വേഗം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഇങ്ങനെയുള്ള മേക്കിംഗ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരും ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പോൾ ഇതുപോലത്തുള്ള ബീഡ്സും നൂലും ഒക്കെ നമ്മൾ അവർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ അവരതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വർക്ക്സൊക്കെ ഉണ്ടാക്കി അവരുടെ വെക്കേഷൻ അവർ അടിപൊളിയാക്കും. അപ്പോൾ നമുക്ക് ബാഗിലോട്ട് തിരിച്ചു വരാം അല്ലേ. ഇതിപ്പോൾ ഞാൻ കോർത്തിട്ട് ബാഗിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേ സൈഡും കൂടെ റെഡിയാക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. ഇത് ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. 1-2 ദിവസത്തെ എൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. പക്ഷേ ഈ ഹാർഡ് വർക്കിൻ്റെയൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഞാനിപ്പോൾ ബ്ലാക്കും വുഡൻ ബീഡ്സും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കോർത്തിട്ടുള്ളത്. അതിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് സൈഡിൽ ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് കോർക്കണമെന്നുണ്ടെങ്കിൽ വുഡൻ ബീഡ്സൊക്കെ ഒരുമിച്ച് കോർത്തതിന് ശേഷം സൈഡിൽ ബോർഡറായിട്ട് ബ്ലാക്ക് ബീഡ്സും കൊടുക്കാം. കോർക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡ്സും സെയിം ലെങ്ത് ആയിരിക്കണം. സെയിം ലെങ്തും വിത്തും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബാഗിൻ്റെ രണ്ട് സൈഡും കറക്റ്റ് ലെവലിൽ കിട്ടുള്ളൂ. ഇനി ബാഗിൻ്റെ ഉള്ളിൽ വെക്കാൻ നമ്മളൊരു ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. സെയിം സൈസിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കുക. ഉള്ളിൽ നമ്മൾ പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും ചേർക്കാം. ഇനി നമ്മുടെ പരിപാടി ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ രണ്ട് സൈഡിലും സെയിം നമ്പർ ഓഫ് മുത്തുകൾ ഉപയോഗിച്ച് നമുക്കത് സൈഡ് തുന്നിച്ചേർക്കാവുന്നതാണ്. അവിടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്യാൻ വേണ്ടേ നമുക്കത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം മെത്തേഡിൽ തന്നെ എക്സ്റ്റൻഷൻ പോലെ കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ വൈറ്റ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബാഗ് ഈസി ആയിട്ട് അടയ്ക്കാനും തുറക്കാനും വേണ്ടിയിട്ട് മാഗ്നറ്റിക് ബട്ടൺസും കൂടെ സ്റ്റിച്ച് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിന് വേണ്ടത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുത്തുകൾ കോർത്തിട്ട് ഒരു സ്ട്രിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ സൈഡിൽ യോജിപ്പിച്ച് കൊടുത്തു. ഫൈനലി നമ്മുടെ ബാഗ് എങ്ങനെയുണ്ട് കാണാൻ? 30 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ 3 മിനിറ്റ് എടുത്തു അല്ലേ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ശരിയാക്കാം കേട്ടോ. അത് ബാഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇതുപോലത്തുള്ള മേക്കിംഗ് വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ ഗായ്സ്.